ശക്തമായ പരിശോധനകൾക്കിടയിലും എറണാകുളം പെരുമ്പാവൂരിൽ രാസലഹരി ഉപയോഗം വ്യാപകമാവുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസും എക്സൈസും വ്യാപക പരിശോധന നടത്തിയിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പെരുമ്പാവൂരിൽ മാത്രം നടത്തിയ പരിശോധനയിൽ 60 കിലോഗ്രാം കഞ്ചാവും 780 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയിരുന്നു. 60-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിതിൻ സേവ്യറും അർജുൻ മട്ടന്നൂരും ചേരുന്നുണ്ട്. ആദ്യം നിതിൻ സേവ്യറിലേക്ക് പോവുകയാണ്. നിതിൻ, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനകൾക്കിടയിലും ഇത്തരം ദൃശ്യങ്ങളൊക്കെ ആശങ്കപ്പെടുത്തുന്നതാണ്. വ്യാപകമായി തന്നെ പലയിടത്തും ഇപ്പോഴും ഉപയോഗമുണ്ട് എന്നുള്ളത്. നിതിൻ, തീർച്ചയായും 2 ആഴ്ച മുൻപാണ് ഇത്തരത്തിൽ പരസ്യമായി നഗരത്തിൽ വെച്ച് തന്നെ ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ ദൃശ്യങ്ങൾ പകർത്തി ഫേസ്ബുക്കിൽ ഇടുകയായിരുന്നു. പിന്നീട് ഈ 3 പ്രതികൾ, അന്ന് ഈ ലഹരി മരുന്നുകൾ ഉപയോഗിച്ച പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറുമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പെരുമ്പാവൂർ നഗരം ക്ലീൻ ആക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ തോതിലുള്ള പരിശോധനകളാണ് പെരുമ്പാവൂരിൽ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വിവിധയിടങ്ങളിൽ റെയ്ഡുകൾ നടത്തി തുടർച്ചയായ പരിശോധനകളും തുടർച്ചയായ ലഹരികൾ കണ്ടെടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും വീണ്ടും പെരുമ്പാവൂരിൽ ഇത് അതുപോലെ തന്നെ തുടരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലേതാണ്. പെരുമ്പാവൂർ നഗരത്തിൽ തന്നെയുള്ള പെരുമ്പാവൂർ മാർക്കറ്റിന് സമീപമുള്ള പാലത്തിന് അടിയിലിരുന്ന് കൊണ്ട് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ ലഹരി മരുന്ന്, മാരകമായ രാസലഹരി മരുന്നുകൾ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നതാണ്. അപ്പോൾ കൃത്യമായ പരിശോധനകൾ നടക്കുമ്പോഴും അതിനിടയിൽ കൂടി തന്നെ മറ്റൊരു വശത്ത് ഇത്തരം ലഹരി വിൽപ്പന യഥേഷ്ടം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പെരുമ്പാവൂരിൽ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. 60 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 73 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പെരുമ്പാവൂരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 100 കിലോയിലധികം നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഇന്നലെ പെരുമ്പാവൂർ പോലീസ് നടത്തിയ പരിശോധനയിലും ഹെറോയിൻ പിടികൂടിയിരുന്നു. 15 പേരെ പോലീസ് ഇന്നലെ മാത്രം പിടികൂടുകയും ചെയ്തു ഹെറോയിനുമായി. പക്ഷേ അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും മറ്റൊരു വശത്ത് ഇത് കൃത്യമായി ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് ഹെറോയിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാസലഹരികൾ എത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കൃത്യമായ ഏജന്റുമാരുണ്ട്. അപ്പോൾ കൂടുതൽ വ്യാപകമായി പരിശോധനകൾ നടത്തേണ്ടി വരും. കാരണം പെരുമ്പാവൂർ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അതിലുമപ്പുറം അത് കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഈ വലിയ തോതിൽ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും നടക്കുന്നു എന്ന പേരിലാണ്. അപ്പോൾ പെരുമ്പാവൂരിനെ ക്ലീൻ ആക്കുക എന്നത് അത്ര പെട്ടെന്ന് പ്രാവർത്തികമാകുന്ന ഒന്നല്ല. പക്ഷേ അത് കൃത്യമായി നടപ്പാക്കാൻ പോലീസും എക്സൈസും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും. കൂടുതൽ റെയ്ഡുകൾ നടത്തേണ്ടി വരും. കൃത്യമായി ഈ സോഴ്സുകളിലേക്ക് എത്തുകയായിരിക്കും എക്സൈസും പോലീസും. അതാണ് വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെ പോകേണ്ടതും ഇപ്പോഴും നടക്കുന്നത് വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ്. പക്ഷെ അപ്പോഴും എങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്, സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പഴുതടച്ച വലിയ രീതിയിൽ വ്യാപകമായി തന്നെ പരിശോധനയിലേക്ക് കടക്കുമ്പോഴും നമുക്കറിയാം പെരുമ്പാവൂരിൽ നിന്നുള്ള അക്രമ സംഭവങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടാകുന്ന ഇത്തരം അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ആശങ്കപ്പെടുത്തുന്ന ഈ ദൃശ്യങ്ങളടക്കം, ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളടക്കം ഈ ഒരു ആശങ്ക ഏറ്റുന്നതാണ്. അതിന് എന്ത് പരിഹാരം, എത്രത്തോളം പെരുമ്പാവൂരിനെ ക്ലീൻ ആക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പരിശോധനയിലൂടെ. ഇപ്പോൾ നടക്കുന്ന പരിശോധനയുടെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട്, ഇനി എത്രത്തോളം അത് ഊർജിതമാക്കേണ്ടതുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ മാത്രം നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ നടത്തിയ പരിശോധന 60 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടികൂടി എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഇനിയും ശക്തമാക്കേണ്ടതുണ്ട് ഈ പരിശോധനകൾ? ശ്രുതി, പോലീസും എക്സൈസും ഒക്കെ തന്നെ പരിശോധന കർശനമാക്കുമ്പോൾ അതിനേക്കാളും അപ്പുറം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ലഹരി മാഫിയ എന്ന് പറയേണ്ടി വരും. ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലഹരി നിർബാധം കേരളത്തിലേക്ക് എത്തുകയാണ്. പലപ്പോഴും ഈ പരിശോധനയിൽ ട്രെയിനുകളിലും മറ്റും നടത്തുന്ന പരിശോധനകളിലൊക്കെ തന്നെ കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മാരക ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് ഹെറോയിൻ അടക്കമുള്ള രാസലഹരി മരുന്നുകളൊക്കെ തന്നെ പിടികൂടാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രവുമല്ല, ഈ പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ
ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലേക്ക് നിർബാധം ഇത് എത്തിക്കുന്നുമുണ്ട്. പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ചില തൊഴിലാളികളെ ആയിരിക്കും എക്സൈസും പോലീസും പിടികൂടുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരിലേക്ക് ഈ ലഹരി എത്തിക്കുന്ന കണ്ണികളിലേക്ക് അന്വേഷണം പോകാത്തത് വലിയ പ്രതിസന്ധിയാണ്. ഇതിലൊരു ലഹരി ഉപയോഗം എന്നതിനപ്പുറത്തേക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ വേറെയുമുണ്ട് ഈ പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളിൽ. പ്രത്യേകിച്ച് വലിയ രോഗങ്ങളടക്കം, പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, പെരുമ്പാവൂരിൽ HIV അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു എന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് പലപ്പോഴും ഇത്തരത്തിൽ സിറിഞ്ച് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് പലരും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് മാറുകയും ചെയ്തത്. മാത്രവുമല്ല ഇതര സംസ്ഥാന തൊഴിലാളികളോട് സൗഹൃദമുണ്ടാക്കിയ ശേഷം പലപ്പോഴും മലയാളികളടക്കം ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ പെരുമ്പാവൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും അതിലൂടെ മലയാളികൾക്കിടയിലും ഇത്തരം മരുന്നുകൾ, ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നിരവധി പേരെയാണ് ഇത്തരത്തിൽ കോതമംഗലം, പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ പാലത്തിന്റെ അടിയിലും മറ്റും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലപ്പോഴും ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ തന്നെയാണ് മരിച്ചവരിലേറെയും. അവരൊക്കെ തന്നെ അവരുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഏതെങ്കിലും പാലത്തിന്റെ അടിയിലോ അത്തരത്തിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലങ്ങളിലും പോയി ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു. പലപ്പോഴും അതിൽ അമിത ഡോസിൽ ഉപയോഗിക്കുന്നതാണ് ഗുരുതരമായ കാര്യം. അത്തരത്തിൽ ഈ അമിത ഡോസ് ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും. സ്വാഭാവികമായും അത്തരത്തിൽ മരിച്ച നിരവധി ആളുകളുണ്ട്. എന്തായാലും ഇന്നലെയൊക്കെ തന്നെ എക്സൈസും പോലീസും വ്യാപകമായ പരിശോധന ഈ മേഖലയിൽ നടത്തിവരുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ഈ പരിശോധനയൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്ക് കൃത്യമായ വിവരം ലഭിക്കുകയും ഇത്തരത്തിൽ ശേഖരിച്ചിരുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്ന ലഹരി മരുന്നുകൾ കൃത്യമായി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളിലേക്ക് എത്തുന്നത് എന്ന് കണ്ടെത്തി അത് തടയുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും സോഴ്സ് തടയുക എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. അർജുൻ മട്ടന്നൂർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ രാസലഹരി ഉപയോഗം, അതിനപ്പുറത്തേക്ക് ഇത് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, ഈ HIV പോലുള്ള വ്യാപകമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം മുൻപേ വന്നിട്ടുള്ളതാണ്. അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന നിലവിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ അപ്പോഴും കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പെരുമ്പാവൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ എന്നുള്ളതാണ്.